ഈ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. എല്ലാ വീടുകളിലും ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരുടെ വീടുകളിലും വൈകുന്നേരം ചെല്ലെങ്കിൽ അവിടെ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമം ഇങ്ങനെ സ്തുതിക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് എന്താണ് ഇത്ര സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏറെ അഭിമാനം തോന്നുകയാണ്. അതായത് സാധാരണ നിലയ്ക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ലൈവിൽ തുണി ഉരിയുന്ന, അതായത് ഏറെ മ്ലേച്ഛമായ രീതിയിൽ മോശമായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സബ്സ്ക്രിപ്ഷൻ ലൈവുകൾ തുടങ്ങി ആളുകളുടെ മുന്നിൽ തങ്ങളുടെ വസ്ത്രം തുറന്നു കാണിക്കുന്ന ചില കള്ളഹിമാറുകളെ കുറിച്ചാണ് ഏറെയും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വീട്ടമ്മ ഈ ഒരു കാലഘട്ടത്തിലും ഭക്തിയെക്കുറിച്ചും ഭക്തിമാർഗത്തിൽ ജീവിക്കണം, വിളക്ക് കത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് വാചാലയാകുന്ന തന്റെ വ്ലോഗിങ് അതിനു വേണ്ടി മാറ്റിവെച്ച ഒരു വീട്ടമ്മ. തീർച്ചയായും ലൈവിൽ തുണിയഴിക്കുന്ന ഓരോ പെണ്ണുങ്ങൾക്കും ഈ ഒരു വീട്ടമ്മ തികച്ച് മാതൃകയാണ്. ഭക്തിയും ചെറിയ പാട്ടുകളും തൻ്റെതായ റീൽസുകളും കുക്കിങ്ങുമായി ആ ഒരു വീട്ടമ്മ ഇപ്പോഴും വ്ലോഗ് നടത്തുകയാണ്. നമ്മൾ കറക്റ്റ് 12 മണി മെമ്പർഷിപ്പ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ 12 മണി ലൈവിൽ കാണും. കുണ്ടി കണ്ടെന്നവർക്ക് വരും, ഓടി ഓടി വരും. കുണ്ടി കണ്ടെന്നവർക്ക് വരും, ഓടി ഓടി വരും. ആ ചന്തി ഓക്കെ, വേറെ അക്കൗണ്ടല്ലേ, അത് എനിക്ക് ഓക്കെ. പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. ഏറെ ഞെട്ടുളവാക്കുന്ന ഞെട്ടിപ്പണ്ടാരാണകുന്ന ഒരു വീഡിയോ തന്നെയാണ് കാണാൻ സാധിച്ചത്. 2-3 നാളുകൾ കഴിഞ്ഞ ഒരു വീഡിയോ, ഒരു തൈക്കളവിയുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ 2-3 നാളുകൾ മെൻഷൻ ചെയ്തിരുന്നു. അതെ, എൻ്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു ചാനലുമായി ഒരു സുന്ദരി, ഒരു യുവ സുന്ദരിയായ ഒരു വീട്ടമ്മ എത്തിയിരിക്കുകയാണ്. വീട്ടമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഏതൊരവസ്ഥയിലാണ് വീട്ടമ്മ ഈ ഒരു കടുങ്കൈ റീച്ചിന് വേണ്ടി ഈ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിതയായത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാര് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. എല്ലാ വീടുകളിലും ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരുടെ വീടുകളിലും വൈകുന്നേരം ചെല്ലെങ്കിൽ അവിടെ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമം ഇങ്ങനെ സ്തുതിക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് എന്താണ് ഇത്ര സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിസ്ത്യൻസ് വിളക്ക് കത്തിച്ചില്ലെങ്കിലും ചിലർ വിളക്ക് കത്തിക്കുന്നതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് ക്രിസ്തുവിനെ സ്തുതിക്കില്ലേ, അത് വലിയ തെറ്റാണോ? അങ്ങനെ മുസ്ലിങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായ ഓരോ രീതികളുണ്ട്, ഓരോ ആചാരങ്ങളും ഓരോ രീതിയിലാണെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളെ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ അതൊരു സങ്കടം വരുന്നത് പറഞ്ഞാല് അത് കേട്ടപ്പോൾ പറഞ്ഞാൽ. അതെ, 2 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഭക്തിയോടുകൂടി ഒരു വ്ലോഗിങ് ഈ ഒരു വീട്ടമ്മ തുടങ്ങിയാണ്. കുട്ടികളുടെ അമ്മയാണ്, വീട്ടമ്മയാണ്, കൊല്ലം സ്വദേശിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ വ്ലോഗിങ് തുടങ്ങുന്നു. ഭക്തി നിർഭരമായ ചില കാര്യങ്ങൾ വ്ലോഗിലൂടെ താൻ പറഞ്ഞിട്ടും ഒരു മനുഷ്യനും ഓള വ്ലോഗ് തിരിഞ്ഞു നോക്കിയില്ല. അതൊന്നും കാണാൻ ഒരു കള്ളഹിമാറുകളും വന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ അവസ്ഥയായിരുന്നു. അതിനുശേഷം മറ്റൊരു മേഖലയിലേക്ക് ഒരു പരീക്ഷണം കൂടി വീട്ടമ്മ നടത്തുകയാണ്. അപ്പോൾ എൻ്റെ മീൻകാരൻ ഞണ്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഞണ്ടൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി നോക്കിയപ്പോഴേ മനസ്സിലായത് പപ്പും പൊടിയെ മാത്രമേ ഉള്ളൂ, കഷ്ണം ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പപ്പും പൊടിയൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ അരപ്പൊക്കെ എടുത്ത് അരച്ച് വെച്ചു. നമ്മൾ വെറുതെ കുറച്ച് അങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തു. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു. പിന്നെ 2 തക്കാളിപ്പഴമൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അരപ്പും കൂടെ അങ്ങോട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരപ്പിൻ്റെയൊക്കെ ഒരു കുത്ത് മാറുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അതേ, നല്ല ഭംഗിയായി നല്ല ടേസ്റ്റില് ഞണ്ട് കറി വെക്കാൻ വേണ്ടിയുള്ള ഒരു റെസിപ്പി ഓള് തയ്യാറാക്കി വീഡിയോ ചെയ്ത് ജനങ്ങളെ കാണിച്ചു. എന്നാൽ ഒരു കള്ളഹിമാറുകളും അതും മൈൻഡ് ചെയ്തില്ല. ആരും ഒരു കമന്റ് പോലും ആ ഒരു റെസിപ്പിക്ക് ഓൾക്കിടാൻ തയ്യാറായില്ല. പരാജയം മണത്ത വീട്ടമ്മ വീണ്ടും ഒരു മാറ്റിപ്പിടുത്തത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അതേ, ചില റീൽസുകളും ഡബ്മാഷും ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ളൊരു ശ്രമം താരം നടത്തുകയുണ്ടായി. എന്നാൽ റീൽസ് താരത്തിന് ഏറെ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. തന്റെ റീൽസും ഒരാളും ഒരു ഹിമാറുകളും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഒരു കമന്റ് പോലും വരാത്ത റീൽസുകളിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷം അവിടെ വെച്ചൊരു തിരിച്ചറിവ്, ഒരു ബോധോദയം വീട്ടമ്മയ്ക്കുണ്ടാകുകയാണ്. ചില മാറ്റങ്ങൾ വരുത്താൻ ആ ഒരു വീട്ടമ്മ തയ്യാറാവുകയാണ്.
അതെ, വസ്ത്രധാരണത്തിൽ കുറച്ച് മാറ്റം വരുത്തി തന്റെ അങ്കലാവണ്യങ്ങൾ ചെറിയ രീതിയിൽ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു റീൽസ് താരമായി മാറാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയും വേണ്ട രീതിയിലുള്ള ഒരു സ്വീകരണം വീട്ടമ്മയ്ക്കുണ്ടായില്ല. അതായത് തന്റെ വ്ലോഗിംഗ് കരിയർ തന്നെ, തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നിരിക്കുന്നു, തന്റെ വ്ലോഗിംഗ് കരിയർ തന്നെ അവസാനിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഓളി തിരിച്ചറിയുകയുണ്ടായി. അങ്ങനെ ആ ഒരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീട്ടമ്മ വീഴുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വീട്ടമ്മ, നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നമ്മൾ കറക്റ്റ് 12 മണി മെമ്പർഷിപ്പ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ 12 മണി ലൈവിൽ കാണും. കുണ്ടി കണ്ടെന്നവർക്ക് വരും, ഓടി ഓടി വരും. കുണ്ടി കണ്ടെന്നവർക്ക് വരും, ഓടി ഓടി വരും. ചന്തി ഓക്കെ, അങ്ങനെ വേറൊരു അർത്ഥം ഉണ്ടല്ലേ, അത് എനിക്ക് ഓർത്തെ. പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലെ എടുത്ത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. ഹായ് വീലോ കൊല്ലം. നാണമില്ലേ? എനിക്ക് ഒരു നാണവും ഇല്ല. അതെ, ഇപ്പോൾ വീട്ടമ്മ അറ്റേറ്റയും 1200 പേരെ മുൻനിർത്തി ലൈവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ആര് കൈവിട്ടാലും കൈവിടാത്തൊരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. കരയണണ്ട കൂടെ കരയും, തുണി അഴിക്കണണ്ട കൂടെ തുണി അഴിക്കും. അതേ ഞരമ്പന്മാർ, വിവിധ മതത്തിൽപ്പെട്ട, വിവിധ ജാതിയിൽപ്പെട്ട, ഈ ഒരു വിഷയത്തിൽ മാത്രം വലിയ യൂണിറ്റി കാണിക്കുന്ന വിവിധ പ്രായത്തിൽപ്പെട്ട ഞരമ്പന്മാർ ഈ ഒരു വീട്ടമ്മയെ നെഞ്ചിലേറ്റുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം വീട്ടമ്മയ്ക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കാൻ ഏറെ സഹായിച്ചത് ഞരമ്പന്മാർ തന്നെയാണ്. സജീവമായ രീതിയിൽ, അതായത് ഒരേ സമയം 3 ലൈവുകൾ 3 ചാനലുകളിൽ ലാപ്ടോപ്പ് അടക്കം ഉപയോഗിച്ച് ലൈവ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുമായിരുന്നോ? ഇല്ല. ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത്. എന്നെ തന്നെ ഇതാക്കിയിരിക്കുക. ചത്ത് കഴിയുമ്പോഴെങ്കിലും സമാധാനം കിട്ടുന്ന ഏറ്റവും ചത്ത് കഴിഞ്ഞാൽ സമാധാനം തന്നില്ല. അതായത് ഭർത്താവ് നഷ്ടപ്പെട്ടതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ പ്രമുഖ താരങ്ങളെ പോലെ മറ്റ് പ്രമുഖ താരങ്ങളുണ്ട്. അത്തരത്തിലൊരു താരം ഭർത്താവ് മരണപ്പെട്ട് വിധവയായതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു താരമാവാൻ സാധിച്ച മറ്റൊരു വിധവയാണ് കാണാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ, നിരവധി സ്ത്രീകൾ, കേരളത്തിൽ ഇപ്പോൾ നിരവധി ആളുകൾ ഇതുപോലൊരു പരിപാടി ആഗ്രഹിക്കുന്നുണ്ട്. കൂടുള്ള പകയമാരെ വകവരുത്തിയിട്ടെങ്കിലും ഒരു താരമായി മാറി, ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവ് താരമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട് എന്നാണ് കണക്ക്. അതായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ഇരട്ടി വർധനവാണ് ലൈവ് ചെയ്യുന്ന, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന വീട്ടമ്മമാർ. അതായത് കൂടുതൽ വീട്ടമ്മമാർ ഈ ഒരു രംഗത്തേക്ക് വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തങ്ങളുടെ തൊഴിലുറപ്പ് അല്ലെങ്കിൽ മറ്റ് കടകളിലുള്ള ജോലി അല്ലെങ്കിൽ കശുവണ്ടി ആഫീസിലെ ജോലി, ഇത്തരം ജോലികളൊക്കെ ഉപേക്ഷിച്ച് സബ്സ്ക്രിപ്ഷൻ ലൈവ് തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് 1975 മോഡൽ വണ്ടികൾ വരെ പെയിന്റ് അടിച്ച്, പാട്ട വണ്ടികൾ വരെ പെയിന്റ് അടിച്ച് പുതുക്കിയതിന് ശേഷം രംഗത്തിറങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത അധികാരികളുടെ ഭാഗത്ത് നിന്നൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അവറ്റോളൊന്നും ഈ ലൈവ് ഒന്നും കാണുന്നില്ല എന്നറിയാൻ വയ്യ. ഉന്നത അധികാരികൾ ഈ ഒരു മേഖലയെ ഉദ്ധരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ഇവറ്റകൾക്ക് പെൻഷൻ അല്ലെങ്കിൽ ഇവറ്റകളെ പുനരുദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ ഇവർക്കൊരു താങ്ങുവില, അതായത് മിനിമം ഇത്രയെങ്കിലും ലൈവിൽ കയറുന്നതിന് ആക്കുക. അത്തരം കലാപരിപാടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇതിനൊരു വകുപ്പ് പോലും, ഇത് ഏത് മന്ത്രി കൈകാര്യം ചെയ്യേണ്ട വകുപ്പാണ്? സാംസ്കാരിക വകുപ്പ് എന്തായാലും ഇത് എടുക്കത്തില്ല. കാരണം സംസ്കാര ശൂന്യമായ കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതൊരു വകുപ്പിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ഒരു വീട്ടമ്മയുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വീട്ടമ്മ എത്താൻ കാരണം നമ്മൾ പ്രേക്ഷകർ തന്നെയല്ലേ? പല കലാപരിപാടികളും നോക്കിയിട്ടും ഓലെ നെഞ്ചിലേറ്റാതിരുന്ന നമ്മളല്ലേ ഇതിന് കാരണം? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. കണ്ടോരാ നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ.